أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. بسم الله الحمد لله الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربنا زدنا علما. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മൾ നമ്മുടെ I4Cന്റെ ഭാഗമായിട്ടുള്ള ഫാമിലി സീരീസ് ആ ക്ലാസ്സിന്റെ നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെ, റിഫ്ലക്ഷൻ നമ്മൾ ഓരോ സ്റ്റുഡൻസിനും അത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്നും കേൾക്കുക, നമ്മൾ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മളിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിൽ പെട്ട സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യണം. കാരണം നമ്മളെ പഠിച്ചത് എന്തോ അത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യണം. അതാണല്ലോ റിഫ്ലക്ഷൻ. അത് അല്ലെ നമ്മൾക്ക് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലാസ്സിന്റെ കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ജീവിതത്തിലേക്ക് എടുക്കാനും അതിലൂടെ നമ്മൾക്ക് ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അതിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരെ നാം നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ നാം വിവിധ ജനതകളായും ഗോത്രങ്ങളായും ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പരസ്പരം പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും എടുക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ ആരാണ്? ഏറ്റവും ദൈവഭക്തിയുള്ളവനാണ്. ആരാണ്? തഖ്വയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവില് പലതരം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ അവിടെ വിട്ടേക്കും. നമ്മളെ ഹസ്ബൻഡും മാത്രമായിരിക്കില്ല. നമ്മളെ വീട്ടിലൊരു 2 മക്കളോ ഇനി 4 മക്കളോ ഇനി 6 മക്കളോ ഉണ്ടെങ്കിൽ ആരും ഒരുപോലെ ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരേപോലെ കാണാനുള്ളവരൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് ചുറ്റുപാടിൽ നോക്കിയപ്പോൾ നമ്മൾ ആരാണ്, അവരൊക്കെ എന്താണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തി. അത് മാത്രമേ ചെയ്തിട്ടുണ്ടാവൂ. പക്ഷെ നമ്മൾക്ക് കുറച്ച് ആ ഒരു മനസ്സിലാക്കൽ, അതായത് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് പോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാൻ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരേപോലെ ദുനിയാവിലായാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? എന്തൊരു ബോറായിരിക്കും അല്ലെ. അള്ളാഹ് എത്ര വെൽ പ്ലാനറാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അള്ളാഹ്ക്ക് അറിയാം ദുനിയാവ് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് അതിനെ പാകപ്പെടുത്തി ഒരു എന്താ പറയാ ഏറ്റവും നല്ല രീതിയിൽ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലോ സൃഷ്ടിച്ച് പാകപ്പെടുത്തിയവൻ. അങ്ങനെ തന്നെയല്ലേ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ റബ്ബ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ, അത് നമ്മൾ ലോകത്തിലേക്ക് നോക്കാതെ നമ്മളെ വീട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഇപ്പൊ ചുരുക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും അവിടെ നിന്ന് നമ്മൾ ഏറ്റവും നല്ലതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ണോടിച്ചൊന്നിങ്ങനെ നോക്കുകയാണ്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ എത്ര ഒരു വ്യത്യസ്തമാണ്. എന്റെ 2 മക്കൾ, അപ്പൊ ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്? അല്ല, രണ്ടാളും കാണാൻ ഒരുപോലെയല്ല,
അവരുടെ വർത്താനം ഒരുപോലെയില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപോലെയല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രമാത്രം അല്ലെ ആളുകള് പിന്നെ വ്യത്യസ്തരായിരിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കൽ അവിടെ എന്തിലേക്കാണ് നമ്മളെ ചെന്നുകൊണ്ടെത്തിക്കേണ്ടത്? അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കുകയും അവരോട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ കാണാനുള്ള അതായത് കാണാൻ വ്യത്യസ്തമായിരിക്കും, അതായത് നിറങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവർ സംസാരിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഭാഷകൾ വ്യത്യസ്തം എന്ന് നമ്മൾ പറയാം. പക്ഷെ നമ്മൾ വീട്ടിനുള്ളിലാവുമ്പോൾ അവരുടെ സംസാര രീതികൾ വ്യത്യസ്തമായിരിക്കും. ചിലർ ഭയങ്കര കൈൻഡ് ആയിട്ടായിരിക്കും വർത്താനം പറയുണ്ടാവുക, അല്ലെ, ഭയങ്കര സ്നേഹത്തിൽ എടുത്തിട്ട പോലെ സംസാരിക്കുന്നവരുണ്ടാവും. അത് മക്കളായിരിക്കാം, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഡിഫറെന്റ് ആയിട്ട് തന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും തന്നെ ഓരോരുത്തരും അങ്ങനെ സംസാരത്തിൽ വ്യത്യസ്തം ഉണ്ടാവും. സ്വഭാവം, അല്ലെ, രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയം മുതലിൽ അവരൊക്കെ ഉറക്കത്തിന് പോകുന്നതോ അവരുടെ വൃത്തിയുടെ, അപ്പൊ രണ്ടുപേർക്കും 2 റൂം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ റൂമിൽ പോയി കഴിഞ്ഞാൽ പോലും ഡിഫറെന്റ് സ്റ്റൈലായിരിക്കും, അല്ലെ. ഒരാള് അവിടെ ഇട്ടിട്ടുണ്ടാവും, ഒരാൾ അതുപോലെ ആയിരിക്കില്ല, കറക്റ്റ് ആയിട്ട് ലോണ്ടറി ബാസ്ക്കറ്റിൽ തന്നെ ആയിരിക്കും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുക. ചിലർ ഷൂറാക്കി തന്നെ ഷൂ വെക്കും, ചിലർ അങ്ങനെയല്ല എവിടെയെങ്കിലും അങ്ങ് ഇട്ടേക്കും, ഇങ്ങനെയൊക്കെ, അല്ലെ. ചിലർ പ്ലേറ്റ് കഴുകി വെക്കും, ചിലർ പ്ലേറ്റ് കഴുകി വെക്കില്ല. ഇങ്ങനെ സ്വഭാവം കൊണ്ടും അല്ലെ അവരെ സംസാരങ്ങൾ കൊണ്ടും കാണാനായിക്കൊണ്ടും ഒക്കെ വ്യത്യസ്തമാണ്. അവരുടെ കഴിവുകളും വ്യത്യസ്തങ്ങളാണ്. പഠിക്കാനും അവരാരും ഒരുപോലെ ആയിരിക്കില്ല, അവരുടെ ചെയ്തികളും ഒരുപോലെ ആയിരിക്കില്ല, അല്ലെ. ആരോഗ്യപരമായിട്ടും വ്യത്യസ്തങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ് അത് വ്യത്യസ്തരാക്കിയിരിക്കുന്നു എന്നുള്ളത്. അള്ളാഹു തന്നെ ഖുർആനിലൂടെ നമ്മളോട് അതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യരെ നിങ്ങൾ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിക്കുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരും ഒരു വീട്ടിലുള്ള സഹോദരങ്ങൾ പോലും പല തരത്തിലാണ് ഉണ്ടാവുക. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം, പരസ്പരം സപ്പോർട്ട് ചെയ്യണം. അവിടെയാണ് എന്തുണ്ടാവുന്നത്? വിജയം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കുക. കാണാൻ ഒരേപോലെ, സ്വഭാവം ഒരുപോലെ, എന്തൊരു ബോറായിരിക്കും, അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ? നമ്മളിപ്പോ ദുനിയാവ് തന്നെ പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ടാണ് അള്ളാഹു, അതായത് ഇത് മാത്രമല്ല, സ്വഭാവം കൊണ്ട് ഇതും കൊണ്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടും അങ്ങനെ പലതരത്തിൽ അള്ളാഹു, അല്ലെ, അങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരും പൈസക്കാരാണ്, എല്ലാവരും കോട്ടു സൂട്ടൂട്ട് നടക്കുന്നവരാണ്, എല്ലാവരും ഓഫീസേഴ്സ് ആണ്. ഇവിടെ ലേബേഴ്സ് ഉണ്ടാവുമോ? അല്ലെ. ദാനം ചെയ്യാൻ ആളുണ്ടാവോ? ദാനത്തിന് വാങ്ങിക്കാൻ ആളുണ്ടാവോ? അങ്ങനെ ആവില്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ, ഒരു പരസ്പര എന്താ പറയുക, പൂരകങ്ങളായിട്ട്, എനിക്ക് വാക്ക് കിട്ടുന്നില്ല, എന്തായാലും ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഈ വ്യത്യസ്തത എന്ന് പറയുന്ന ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത് അത് ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് മനുഷ്യ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പം ഈ കാര്യങ്ങളാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഒന്ന് വന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പൊ ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഒക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ നമ്മളിപ്പം ആദ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുകയാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് ചിലപ്പം നന്നായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യുന്ന ആളായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ കാണുന്ന നമ്മളോട് ഇങ്ങനെയുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ നോക്കി കാണുന്ന ആൾക്കാരാണെങ്കിലും പലപ്പോഴും നോക്കി കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നുകിൽ ഒരാള് കുറച്ചധികം സംസാരിക്കുന്ന ആളായിരിക്കും, അല്ലെ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. നേരെ അപ്പം മറ്റേ ആൾ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. അതായത് അധികം സംസാരിക്കലില്ല, ഒച്ചപ്പാടൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞാലൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ രണ്ടാളും അവരുടെ ലെവലിൽ അവർ കംഫർട്ടബിൾ ആണ്, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു നിലപാടിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ചില സമയങ്ങളിൽ എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ ചിലര് പറയാനുള്ളത് പറയണ്ടാത്ത സമയത്ത് പോലും അങ്ങ് എടുത്ത് പറഞ്ഞു കളയും, അല്ലെ. അതായത് ഈ കൂടുതൽ സംസാരിക്കുന്ന എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന നമ്മളെ കുടുംബത്തിലുള്ള അത് ചിലപ്പം നമ്മളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കാം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവര് പറയേണ്ടതും ഇല്ല ആളുണ്ടോ എന്ന് നോക്കാതെ ചിലപ്പോൾ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അങ്ങ് എടുത്തിട്ട പോലെ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് ഫീൽ ചെയ്യോ എന്നൊന്നും നോക്കിയിട്ടല്ല അവർ സംസാരിക്കുന്നുണ്ടാവുക, അല്ലെ. നമുക്കങ്ങ് വേദനിക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ തിരിച്ചും അങ്ങനെ ആവാം. ചിലപ്പം ലേഡീസ് ആയിരിക്കും ആ തരത്തിൽ അവർ, അല്ലെ, ഭർത്താക്കന്മാരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നത്. അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ മക്കളെ മുന്നിൽ വെച്ചിട്ടാവാം, അല്ലെ, നിങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ എന്നൊക്കെ പറഞ്ഞിട്ട് പോവില്ലേ.
അല്ലെങ്കിൽ ഇങ്ങോട്ടും അതേപോലെ കേൾക്കാം. നിന്നെ ഒന്നിനും അപ്പം ഇനി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, ഹസ്ബൻഡ് എക്സ്ട്രോവേർട്ട് ആണ്, ഭാര്യ ഇൻട്രോവേർട്ട് ആണെന്ന് എടുക്കുക. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ജഗബോഗയായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും, ആവുകയൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ മക്കളെ നോക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം നമ്മളെ പണികളൊക്കെ വൃത്തിയായിട്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന എന്താണ്, കുറച്ചും കൂടി ഒരു ജഗബോഗ വേണം, അല്ലെ? അവർ ജഗബോഗയാണെങ്കിൽ നമ്മളും അങ്ങനെ ആവണം എന്ന് അവരാഗ്രഹിക്കും. നമ്മളാണ് എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളും ഉണ്ടാവുക. അങ്ങനെയല്ലേ? എനിക്ക് നിങ്ങൾ ഇതിന് ശേഷം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. അപ്പൊ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു രീതിയിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക്, അതായത് എപ്പോഴും ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് മിണ്ടാണ്ടിരിക്കും. ആര്? ഈ ഭാര്യ, അല്ലെ? നമ്മൾ പറഞ്ഞ അധികം സംസാരിക്കാത്ത, ഒച്ചപ്പാടുണ്ടാക്കാത്ത ഒരു ഭാര്യയാണെന്നിരിക്കട്ടെ. അപ്പം ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തില്ല. ചിലപ്പോൾ ആളെ മുന്നിൽ വെച്ചിപ്പോ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. അങ്ങനെ അവിടെ കിടക്കും, ഒന്നും പറയൂല. ഉള്ളിൽ വെച്ച് ഇങ്ങനെ അതിനെ അങ്ങോട്ട് കുഴച്ച് മറച്ച് ഇതാക്കും. നമ്മൾ ആത്മശുദ്ധീകരണം ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനാൽ നമ്മൾ ഇൽമിലൂടെയാണ് നമുക്കൊക്കെ, അല്ലെ, ഇൽമ എന്നാണോ നമുക്ക് വന്ന് കിട്ടിയത് അത് മുതലാണ് നമ്മൾ ഓരോരുത്തരും മാറാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷമുള്ള ചേഞ്ചസ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഉള്ളിൽ വെച്ച് ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇപ്പം ആ ക്ലാസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലാസ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ആണ്. അതായത് സംഘർഷം. അത് ആത്മസംഘർഷവും ആവാം, അതോടൊപ്പം അല്ലെ പുറത്തേക്ക് വരുന്ന പൊട്ടിത്തെറികളും ആവാം. അപ്പൊ ഈ ഉള്ളിൽ അടക്കി പിടിച്ച് നിൽക്കുന്ന ഈ കാര്യങ്ങൾ, അല്ലെ, ഒരു സമയത്ത് എന്തെങ്കിലും നമ്മൾ ചിലപ്പം ഈ പറയില്ല, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും, ചിലപ്പം ആണുങ്ങളൊക്കെ പറയും അതൊക്കെ വെറും തരികിടയാന്ന് പറയും. പക്ഷെ അത് എന്താ പറയാ, ജീവിതത്തിൽ അത് നമ്മുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതിനുള്ള നമ്മൾ അറിയാതെ ചിലപ്പം പല കാര്യങ്ങളും പിന്നെ നമുക്ക് ഖേദം തോന്നുകയും ചെയ്യും. ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും പറയുകയും ആവുകയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു പോയത് തോന്നും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആ സ്വിങ്സ്, അല്ലെ, അങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും ജീവിതത്തിൽ അത് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി അങ്ങോട്ട് നമ്മളങ്ങോട്ട് എടുത്തങ്ങിടും പുറത്തേക്ക്, അല്ലെ? വളരെ പൊട്ടയായിരിക്കും ആ ഒരു പൊട്ടിത്തെറിക്കൽ എന്ന് പറയുമ്പോൾ. അതായത് ഇത്രയും മിണ്ടാതെയും പറയാതെ നിന്ന ആളാണെങ്കിൽ അവരുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാവും, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് പൊട്ടിത്തെറിക്കാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റും, അതങ്ങ് പൊട്ടിത്തെറിക്കും. പിന്നെ അതോട് കൂടിയിട്ട് ആകെ എപ്പോഴും ഒന്നും പറയാത്ത ആളല്ലേ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് അവർക്ക് അതിലേറെ പ്രയാസം ഉണ്ടാക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ അവരും ഈ പറഞ്ഞതുപോലെ വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഒരു ഇച്ചിരി നേരം ഇതുപോലെ ഒരു ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ ഇപ്പുറത്തുള്ള ആൾക്ക് ഫീൽ ചെയ്തെന്താ അവരിനോട് മിണ്ടാത്ത, ഇങ്ങനെ ആകുമ്പോൾ ആകെ നമ്മളെ വീട്ടിൽ ആകെ ഒരു ഇല്ലേ ഫീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം അവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല, അവരിത്ര ഞാനത് പറഞ്ഞത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒച്ചയും വിളി വന്ന വീട് ആകെ ഒരു മൂകതയായല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതും രണ്ടാളുടെ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇല്ലേ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതായത് പരസ്പരം മനസ്സിലാക്കല്, സംസാരിക്കല്, ഇതൊക്കെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളിപ്പം വിചാരിക്കും, നമ്മളിതിപ്പം പലപ്പോഴും ഇത് രണ്ട് തരത്തിലുള്ള ആൾക്കാരും, അത് ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും ഉണ്ടാവുമല്ലോ, ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും അപ്പം നമ്മൾ ഇപ്പം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം വെച്ചാൽ അവരാരും ഖുർആൻ പഠിക്കാനോ അല്ലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഫാമിലി സീരീസ് ക്ലാസ്സുകളൊന്നും കേൾക്കാനൊന്നും നിൽക്കുന്നുണ്ടാവില്ല. അപ്പൊ എവിടെ എങ്ങനെയാ ശരിയാവും, പരസ്പരം മനസ്സിലാക്കൽ എവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ പരസ്പരം മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. മനസ്സിലാക്കൽ അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതും റബ്ബിന്റെ അടുത്ത് ചോദിച്ച്, അല്ലെ, നമ്മളെ മാറ്റിയെടുക്കുമ്പോൾ അപ്പുറത്തുള്ളവർ എങ്ങനെ മാറി വരുന്നു എന്നുള്ളതുമാണ്, അല്ലെ, ആ ഒരു എന്താ പറയാ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമ്മളല്ലാതെ നമ്മൾ മാത്രം കേട്ടിട്ട് എന്താ, ഇതൊക്കെ നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ വെറുതെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും വർത്താനങ്ങളും മാത്രമായിട്ട് മാറുകയുള്ളൂ. നമ്മൾ മാത്രം കേട്ടിട്ട് എന്താ, അവരും കൂടെ കേൾക്കണ്ടേ, എന്നാലല്ലേ ശരിയാവുള്ളൂ, അല്ലെ? അവരെങ്ങനെ അപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം എന്തായാലും കുടുംബം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ, അത് ഞാനിപ്പം ആദ്യം വന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ആണ്, മക്കളുടെ അല്ല, മക്കളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പം പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. എല്ലാവരും തന്നെ പോലെ ആവണം എന്ന് ഒരിക്കലും നമ്മളത് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല, അല്ലെ? അതിന് നമ്മൾ അവരെ പോലെ മാറ്റിയെടുക്കും. ഇപ്പൊ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരാൾ വിചാരിക്കുകയാണ് എന്താ ഇവൾ ഇങ്ങനെ ഒരു ഇതില്ലാത്തത്, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആവണം. അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ പറയുണ്ടാവും, എന്താണ് ഒരു ഉഷാറില്ല, അത് ആളെ കൊടുത്ത് പറയും ഒരാളാണെന്ന് പറയുന്നറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്,
ഓൾ ഒരാളാണ്. ആളാണെന്ന് വെച്ചാൽ ഒരു ഉഷാറില്ലാത്തവളാണെന്നാണ്. അത് സ്മാർട്ട് അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട്നെസിന്റെ സ്മാർട്ട് ഇല്ല എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഡാണ് ആളാണെന്ന് പറയുന്നത്. ചിലർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. ചിലരൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ആകെ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഹസ്ബൻഡിനെ കുറിച്ച് ഉമ്മമാരാണ് മക്കളുടെ ഇടയിൽ ഉപ്പമാർക്ക് ശരിക്കും ഒരു നിലയും വിലയും ഉണ്ടാക്കി കൊടുക്കുക. അത് സത്യമാണ്. കാരണം ഒരു വീടിന്റെ ഒരു മൂടെന്ന് പറയുന്നത് അത് ഒരു ഉമ്മയുടെ കൈകളിലാണെന്നാണ്. ഓക്കെ, ഉമ്മയുടെ പിന്നെ മൂടെന്ന് പറയുന്നത് അത് അവരുടെ ഹസ്ബൻഡിന്റെ കൈകളിലുമാണ്. ഞാൻ ഇന്നലെ വായിച്ചൊരു കോട്ടാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് പഠിച്ചാൽ ഓരോ കാര്യങ്ങൾ ഇട്ടുതരും. എനിക്ക് ആ പോസ്റ്റർ ഇന്നലെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചു. ശരിക്കും എത്ര സത്യമാണത്. കാരണം ഒരു വൈഫിന്റെ, ഒരു വീട്ടിലുള്ള ഈ ഉമ്മയുടെ അല്ലെ, അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങളിലൂടെ അവരുടെ ഇളിച്ചം പിടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി അതല്ല നേരെ തിരിച്ച് സ്നേഹവും അല്ലെ തലോടലും നല്ലൊരു ഇതുവാണെങ്കിൽ അവരവിടെ വീട്ടിലും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന തരത്തിലല്ല ആളെങ്കിൽ ആ ആളെ മാറ്റിയെടുക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? ഹിക്മത്ത് ഉപയോഗിക്കണം അല്ലെ. അതല്ലേ ക്ലാസ്സിൽ പറഞ്ഞത്, ഹിക്മത്ത് വേണം. ഹിക്മത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അറിവിലൂടെ, അള്ളാഹുവിനോട് അല്ലെ ഇങ്ങനെ ചോദിച്ച് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തലയിൽ ഇങ്ങനെ നമ്മൾ പറയില്ലേ, തലയിൽ ആ സമയത്ത് ഇങ്ങനെയാണ് പറയേണ്ടത്, ഈ സമയത്ത് ഇങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ തലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വെളിച്ചം കത്തിച്ചു തരും. അത് തന്നെയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറയേണ്ട സമയത്ത് പറയാനും അല്ലെ, അത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാനും ഒക്കെ തന്നെ റബ്ബ് തന്നെ നമുക്ക് തോന്നിപ്പിക്കണം. നമ്മളായിട്ട് ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുത്തുചാട്ടം എന്ന് പറയും. അത് എപ്പോഴും പാളി പോയിട്ടേ ഉള്ളൂ. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അതിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരാൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മറ്റേ ആൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർ പറയും എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അങ്ങനെയല്ല പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, എന്നെ ആരും മാറ്റാനൊന്നും നോക്കണ്ട ഇല്ലേ. തർക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ അല്ലെങ്കിലും ഈ ഒച്ചപ്പാടുണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. എന്റെ നിലപാടുകൾ ഇങ്ങനെയാണ്, അപ്പൊ അതിനനുസരിച്ച് നിന്നാ മതി അല്ലെ. നമ്മള് ഇപ്പം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഹസ്ബൻഡും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വൈഫിനെയും കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അത് അങ്ങനെ പറയണ്ട. അപ്പൊ വൈഫ് എന്തെങ്കിലും കാര്യങ്ങൾ പോയി ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട്, അതിനൊന്ന് അതൊന്നും പറ്റൂല. അപ്പൊ അത് എന്തുകൊണ്ടാ പറ്റാത്തത്? നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക, എല്ലാവരും ചോദിക്കണ്ട. അപ്പം പറയും എന്താണ്, എനിക്ക് എന്റേതായ ചില നിലപാടുകളൊക്കെ ഉണ്ട്, അങ്ങനെ അങ്ങോട്ട് നിന്നാ മതി. അത് ചോദ്യവും ഉത്തരവും ഒന്നുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുണ്ടാവല്ലേ. അപ്പം പിന്നെ എങ്ങനെ പറയുന്ന, അതൊരു ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്, എന്റെ മൂക്കത്താണ് ചുണ്ടി അല്ലെ, എനിക്ക് മൂക്കത്താണ് ദേഷ്യം, അതൊരു ഭയങ്കര സംഭവമാ. സുബ്ഹാനല്ലാഹ്. ചിലർ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അങ്ങനെ കാരണം ദേഷ്യം എന്ന് പറയുന്നത് അല്ലെ, തഖ്വയുള്ളവരുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? അവര് സബറുള്ളവരാണ്. തൊട്ടു സബറില്ല, എന്ത് തഖ്വയാ, എന്താ നിസ്കാരം? സബറും നിസ്കാരം കൊണ്ട് സഹായം ചോദിക്കണമെന്ന്, സബറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളങ്ങനെ നമ്മളെ തന്നെ അങ്ങനെ ആക്കി ഒരു ഭയങ്കര ഒരു സംഭവമാക്കി പറയുമ്പോ എത്രത്തോളം മോശമാണത്. അത് ആരായാലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും അങ്ങനെ അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റി ആയിട്ടൊന്നും ആരും എടുത്തു പറയേണ്ട. കാരണം അത്രയും എന്താണ്, തഖ്വയുള്ളവർക്ക് ഉണ്ടാവാനേ പാടില്ലാത്ത ഒരു സ്വഭാവമാണ്. വല്ലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ വന്നു പോയേക്കാം അല്ലെ. സുബ്ഹാനല്ലാഹ്. വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ദേഷ്യവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് വിട്ടേക്കാം. ഇതെല്ലാം ഒരു സംഭവമാക്കിയിട്ട് ഞാനൊരു സംഭവമാണെന്നുള്ള തരത്തിലാവരുത്. അപ്പൊ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ് വലിയ മിണ്ടാത്ത ഒച്ചപ്പാടുണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിലും എന്താണ്, ഇപ്പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഞൊടിച്ചിൽ എന്ന് പറയും അല്ലെ. ഞൊടിച്ചിലിന്റെ ചിലര് ഭയങ്കര ഞൊടിച്ചിലിന്റെ ആൾക്കാരാ, നമ്മൾ അങ്ങനെ കാണാറുണ്ട്. വിചാരിക്കും അല്ലോ ഒരു ഹസ്ബൻഡ് ആയിട്ടാ ഒരേ സഹിക്കണെന്ന് നമ്മൾ ഇപ്പുറത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പഠിച്ചവൻ അങ്ങനെ ആക്കി കൊടുത്തു. രണ്ടുപേരും ഒരേപോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ചൊക്കെ എന്തെല്ലാം ബഹളം ഉണ്ടാവും അല്ലെ. ഒരാൾ മിണ്ടാണ്ടിരിക്കുന്നോണ്ടല്ലേ അവിടെ ആ ഒരു സമാധാനം നിലനിന്ന് പോകുന്നത്. പക്ഷെ ആളുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അവര് മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും, നമ്മളൊന്നും കാണാതെ ചിലപ്പോൾ ഫൈറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. ഇനി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ തോന്നലുകൾ, നേരത്തെ പറഞ്ഞത് മറ്റേ ആൾക്കാർ അല്ലെ, അവര് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നൊരു നിലപാടിൽ അവരങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പത്തോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്തൊക്കെ ഞാൻ ചെയ്താലും എനിക്ക് എന്നും കുറ്റങ്ങളാണ്, എന്തെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെ, എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പിന്നെ സാക്രിഫൈസ് ചെയ്താലും തന്നെ എന്നും കുറ്റങ്ങൾ മാത്രം ബാക്കി, എന്നിട്ട് ഇങ്ങനെ ഒതുങ്ങാൻ നോക്കും അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല. എന്നാല്
എന്താണ് അവരൊക്കെ എന്തെങ്കിലുമൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മളെ പോലെയുള്ള നമ്മളെ കൂട്ടുകാരികളൊക്കെ എവിടെയൊക്കെയോ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അവർക്കൊക്കെ എത്ര ഒരു ഇതാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെ കുറിച്ചല്ല ചിന്തിക്കുക, ചുറ്റുപാടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങൾ അതൊക്കെയാണല്ലോ നോക്കി പോവുക. അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയും, നമ്മൾ തന്നെ വീട്ടിൽ പറയും, എന്നെ ആർക്കും ഒരു വിലയില്ല, മക്കൾക്കായാലും അല്ലെ, സ്ത്രീകളാണ് അത്, ഇനി എന്തൊക്കെയാണെങ്കിലും വർത്താനം പറയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നൊരു വേർഡാണ്, ആർക്കും എന്നെ ഒരു വിലയും ഇല്ല. പിന്നെ ഒരു എന്താ പറയാ, കോംപ്ലക്സ് പോലെ നമ്മളിങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു ലെവലിലേക്ക് ചിലപ്പം ചിലർക്കൊക്കെ പറയാറുണ്ട്, ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകുന്നത് വല്ലാതെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടൊക്കെ ആയിരിക്കും. എന്നാൽ അവർക്ക് പൊട്ടിത്തെറിക്കുക അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫുൾ ഒരു കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു നിരാശാബോധവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ സ്വയം തോന്നുന്നതോടൊപ്പം തന്നെ അത് ആ ഒരു ഉള്ളിലെ ആ തോന്നലുകളെ വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും അപ്പുറത്തു നിന്നുള്ള വാക്കുകളും. ചിലപ്പം എന്താ പറയാ, ഹസ്ബൻഡ് മാത്രമായിരിക്കില്ല, ചുറ്റുപാടുള്ള ആളുകളും ചിലപ്പം പറയുന്നുണ്ടാവും. കാരണം ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നിടത്തോളം കാലം എന്താണ്, അത് കൂടുകയല്ലേ ഉള്ളൂ. ആ ഒതുങ്ങല് അല്ലെങ്കിൽ ഒന്നിനും ഒന്ന് വെച്ച് കൂടാതെ ആവാതെ അല്ലെങ്കിൽ സംസാരിക്കാതെ അങ്ങനെ ആയി വരുമ്പോ എന്താ വെച്ചാല് ആ ഒരു ലേബല് അല്ലെ ആ ആളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുപാടിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഈ രണ്ട് ടൈപ്പ് ഓഫ് ലെവലുകൾ അല്ലെ, അവരുടെ ലെവലുകളിൽ എന്താണ്, അങ്ങനെ തന്നെ പോകുന്ന സമയത്ത് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിത്തെറികളും സ്വാഭാവികമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കാര്യങ്ങളെ റബ്ബിലേക്ക് തിരിച്ചുവിടണം. നേരത്തെ പറഞ്ഞതുപോലെ ഹിക്മത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ നമ്മൾ നോക്കി കാണുമ്പോൾ അവരൊക്കെ നമുക്കറിയില്ല, ഈ ചിരിച്ച് കളിച്ച് കാണുന്ന ഇപ്പം എന്താണ് നമ്മളിപ്പം അധികവും ആൾക്കാർ ഇപ്പൊ എല്ലാം ഷോ ഓഫ് ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നു, റീൽസ് ഇടുന്നു, അവരവിടെ പോയി, അവർ ടൂർ പോയി, അവരിവിടെ പോകുന്നു, ഇതാക്കുന്നു. ഇപ്പൊ എല്ലാവരും പണ്ടത്തെ പോലെയല്ലേ, ജീവിതം ആഘോഷിക്കുന്നവരാണ് അല്ലെ. ആഘോഷമില്ലാത്ത ആഘോഷങ്ങളും ജീവിതത്തിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആഘോഷിക്കുന്നവരാണ്. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ കാണിക്കുകയും കൂടെ ചെയ്യുമ്പം ഇതൊന്നും ചെയ്യാത്ത രണ്ട് തലക്കല് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അപ്പൊ എപ്പോഴും എന്താണ്, ഒരു എവിടേക്കോ ഒരു പൊരുത്തക്കേടുകളും ഒരു ഇഷ്ടക്കുറവുകളും ഒക്കെ എങ്ങനെയൊക്കെ ഒരു വീട്ടിനുള്ളിലാണെങ്കിലും അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി എന്തുകൊണ്ട് അവരങ്ങനെ ആയി. ഓക്കെ. നമ്മൾ ചിന്തിക്കണം, അവരെന്തുകൊണ്ട് അങ്ങനെയായി, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, അതൊക്കെ നമ്മൾ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരാള് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ഓക്കെ, അധികം വർത്താനമൊന്നുമില്ല, ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും അങ്ങനെ വല്ലാതെ പുറത്തു കൊണ്ടുപോവുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വീടാണെങ്കിൽ വീടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത്രമാത്രം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നില്ല. എപ്പോഴും അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്ത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളൊന്നും ആകുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ആയാലുണ്ടാവും, അങ്ങനെ ആവുന്ന ഇപ്പുറത്തൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ആളിന്റെ നമ്മളിപ്പം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും ആ ആളെ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത്. അവരുടെ ജീവിതത്തിന്റെ ബാക്കിലോട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ഒരുപാട്, അതായത് അവരുടെ ഉപ്പ ഉമ്മ മുതൽക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരാളാണത്. സുബ്ഹാനല്ലാഹ്. അത് ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളുടെയാണ് എനിക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുമല്ലോ, അപ്പം എനിക്ക് മനസ്സിലായത്. അതേപോലെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്, വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. പക്ഷെ ഈ ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടാക്കുമ്പോഴും ആൾക്ക് ചില കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് അവരോട് നമ്മൾ എന്തെങ്കിലും പറയുന്ന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിട്ട് വരുന്ന സമയത്ത്, എന്തെങ്കിലും ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അവരങ്ങ് വല്ലാണ്ട് അങ്ങ് മൂഡ് പോയി ഒരു ഒച്ചപ്പാടും ഇല്ലാത്ത രീതിയിലേക്ക് അങ്ങനെ മാറുകയും ചെയ്യും. അപ്പൊ അവരെ കുറിച്ച് പഠിച്ചപ്പോ എന്താ മനസ്സിലായത്, അവരുടെ ലൈഫിൽ ഇതേപോലെ തന്നെ എന്താണ്, ചെറുപ്പം മുതൽക്കേ വീട്ടിലെ ചുറ്റുപാടുകളാണ് എന്താ പറയാ, അതായത് ഉമ്മ ഉപ്പ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അധികം അന്നത്തെ കാലത്ത് സ്നേഹിക്കലും പറയലൊന്നുമല്ല, ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു തലത്തില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ട് തലത്തില് രണ്ട് ഭർത്താക്കന്മാരുടെ ജീവിതമാണ് ഞാൻ അത് ഒന്ന് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. അപ്പൊ ചിലപ്പം ഇങ്ങനെ നമ്മൾ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മളടുത്തേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുമല്ലോ, അങ്ങനെ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്.
അപ്പം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം അല്ലെ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് അവരങ്ങനെയായി? സുബ്ഹാനല്ലാഹ്, അവർ നമ്മളെ കുറിച്ച് പഠിക്കണമെന്നൊന്നും നമ്മൾ ആരും വാശി പിടിക്കേണ്ട. ഏതായാലും അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതിലെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവർക്ക് സ്നേഹം കിട്ടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാവാം. അപ്പൊ അവരതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർ അതൊന്നും ഒരു ലൈഫിൽ ഒരു സന്തോഷം അറിയാത്തത് കൊണ്ട് ആ ഒരു ഒച്ചപ്പാടില്ലാണ്ട് ഒരു ഇങ്ങനെ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ ആയതാവും. ചിലർ അതൊക്കെ അങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതാവാം. എനിക്ക് സൈക്കോളജി ഒന്നും വലിയ നിശ്ചയമൊന്നുമില്ല എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നൊന്നും, ഇതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടോ എന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ്, എന്തായാലും നമ്മൾ പരസ്പരം നമ്മൾ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉമ്മയുടെ കയ്യിലാണ് വീടിന്റെ ആ ഒരു മൂഡ് എന്ന് പറയുന്നത്. നമ്മൾ അത് മാത്രമേ ആദ്യം മുന്നിൽ നിർത്തുക. നമ്മുടെ മൂഡ് ഹസ്ബൻഡിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം നമ്മളത് അങ്ങോട്ട് സെറ്റ് ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിലൂടെ ചേഞ്ചസ് ഉണ്ടാവും തീർച്ചയായിട്ടും. റബ്ബ് സുബ്ഹാനഹു തആല എന്തൊക്കെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ട്, തഖ്വയുള്ളവർക്ക് അള്ളാഹു എന്തെല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും തന്നെ തഖ്വയുടെ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, ഈസ് നമുക്ക് കാണാം. നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളായാലും മക്കളായാലും ആ ഒരു വഴിയിലേക്ക് വരുന്നത് കാണാം. നമ്മളിങ്ങനെ അവരെ കുറിച്ച് ആദ്യ പിടിച്ച് ഇവരിങ്ങനെയാണല്ലോ, അവരങ്ങനെയാണല്ലോ, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, അവരിങ്ങനെയാണല്ലോ പറയുന്നത്, ഇങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നും പരാതിയും വിവരങ്ങളും ആയിട്ട് നിന്നാൽ എവിടെയും ഇതൊന്നും എത്താൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളിപ്പോ ആരാണ്, ഏത് ടൈപ്പാണ്? പല വർത്താനം ഭയങ്കര ഇങ്ങനെ ഈ നുള്ളിപ്പെറുക്കലും എന്താ നുള്ളി അങ്ങനെയല്ലേ പറയാ, ഇങ്ങനെ നുള്ളിപ്പെറുക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര വെറുപ്പിക്കലാണ് കേട്ടോ അത്. സുബ്ഹാനല്ലാഹ്, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, നിങ്ങളങ്ങനെ, ഇതാണ് കുട്ടികൾ കേൾക്കുന്നത്. അപ്പം ഒരിക്കലും ഉമ്മ ഏത് നേരം തന്നെ കളവില അതാണ് അവരുടെ മനസ്സിലുണ്ടാവുക. ഇത് നാളെ അവരെയും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഇതിലേക്ക് എത്തിക്കും. അപ്പൊ അവരെ കുറിച്ച് ആരെങ്കിലും പഠിക്കുന്ന വിചാരിക്കാം ഇവരെ ഫാമിലി ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഇവരിങ്ങനെയായത്. അങ്ങനെ ആക്കരുത് നമ്മളെ മക്കളെ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ആരും പറയരുത് ഇനി ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു ശാഠ്യം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് നന്നാവണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. അള്ളാഹ് നമ്മളെങ്ങനെ അങ്ങനെ അവിടെ നന്നാക്കി കളയില്ല. നമ്മൾ അള്ളാഹിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ, നമുക്ക് ഹിദായത്തിനെ നൽകണമെന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ചോദിക്കണം, എന്നാലേ കിട്ടുള്ളൂ. നമുക്ക് ഇൽമിനെ നമ്മൾ ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി കുറെ ദുആകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാലും എന്തൊരു കാര്യവും ആത്മാർത്ഥമായിട്ട് ചോദിക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഹിക്മത്തിനെ ചോദിക്കുക. കാരണം പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ഖുർആൻ പഠിക്കുക ആദ്യമൊക്കെ ചെയ്യുന്നു, പക്ഷെ വീട്ടിലൊരു മാറ്റങ്ങളും വരുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ അത് ആ പറച്ചിലിനെ മാറ്റി നിർത്തുക. കാരണം റബ്ബ് എനിക്ക് അതിനൊരു ഒരു വഴി ഉണ്ടാക്കി തരും. കാരണം അത് തന്നെ പറയണ മഖ്റജ, അത് തീർച്ചയായിട്ടും തഖ്വയുള്ളവർക്ക് ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും, ഈസ് ഉണ്ടാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആ വിചാരിക്കാത്ത വഴികളിലൂടെ ആയിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പഠിച്ചവരാണ് നമ്മള്. അല്ലാഹു അക്ബർ. അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ നമ്മൾ ആരാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരു വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്താ പറയാ എക്സ്ട്രോവേർട്ടാണ്. എക്സ്ട്രോവേർട്ടുകൾ എല്ലാവരും ബഹളക്കാരാണെന്നല്ല കേട്ടോ. അവര് നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നവരുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ ആ ഒരു ക്വാളിറ്റീനെ അവരെന്ത് ചെയ്യുക, ആ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അപ്പുറത്ത് അങ്ങനെയാണെങ്കിൽ ഈ ആൾ ഇപ്പുറത്തും അതൊരു ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരേപോലെ ആണെങ്കിൽ ചിലപ്പോൾ ആകെ ബഹളമായിരിക്കും. ഇനി ഒരു മിണ്ടാട്ടം ഇല്ലാതാണെങ്കിൽ ആ വീട്ടിൽ ഒരു ഇതും ഉണ്ടാവില്ല. ആരും മക്കളും മിണ്ടാത്തവരായിരിക്കും. ഇങ്ങനെ ആയിപ്പോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടേ, ഒരു രസത്തിൽ ഫാമിലി ആയിട്ട് ഒരു സന്തോഷമായിട്ടൊക്കെ വേണ്ടേ. അപ്പൊ അവരുടെ മുന്നോട്ടുള്ള ജീവിതവും അവരങ്ങനെ തന്നെയായിരിക്കും. കാരണം ഉപ്പ ജോലിക്ക് പോകുന്നു, ഉമ്മ ജോലിക്ക് പോകുന്നു, മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഫോണിൽ തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ വീട്ടിൽ പോയാൽ വർത്താനൊക്കെ പറയുമോ? ഫാമിലിന്റെ കൂടെ ഇരുന്നിട്ട് അപ്പൊ ചിരിക്കുന്നു. കാരണം അവർക്ക് മിണ്ടാൻ സമയമില്ല. ആ മോള് അധികം വർത്താനം പറയൂല, സൗണ്ട് തന്നെ ഇങ്ങോട്ട് കേൾക്കൂല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാവം കുട്ടികളുണ്ടാവുമോ? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയും സംഭവിക്കും. അങ്ങനെയാവാൻ പാടില്ല, ഇങ്ങനെയാവാൻ പാടില്ല. രണ്ട് തരത്തിലുള്ള അതൊരു രസമായിട്ടാണ് നമുക്ക് തോന്നുക. പഠിച്ചവൻ കണക്കാക്കിയിട്ടാണ് ഈ രണ്ടുപേരെ കണക്ട് ചെയ്തിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹും അവരുടെ റഹ്മയായിട്ട് ഇല്ലേ നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്നേഹവും കാരുണ്യവും കൊണ്ട് അല്ലെ അത് പരസ്പരം നൽകാൻ നമ്മൾ പഠിക്കണം.
സുബ്ഹാനല്ലാഹ്. ഇപ്പോഴൊക്കെ നിക്കാഹിന്റെ കുതുബകളിലൊക്കെ നല്ല അസലായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെയാണ് ഇപ്പൊ കുതുബക്ക് വിളിക്കാറുള്ളത്. ഇതെല്ലാരും പഠിക്കട്ടെ. ശരിക്കും പറഞ്ഞാല് നമ്മള് നിക്കാഹിന്റെ സമയത്ത് ആ കുതുബ കേൾക്കാനായിട്ടൊന്ന് ഇരിക്കണം. ആ സമയത്തുള്ള കുതുബകള് പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുണ്ടാവുക. ഇങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് മുമ്പൊക്കെ പഠിച്ചിരുന്നത് ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് തന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ അല്ലെ, ഭർത്താവ് ഭരിക്കുന്നവൻ, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ മലയാളത്തിലെ വാക്ക് മാത്രമാണ്. ഖുർആനിൽ അല്ലാഹു യൂസ് ചെയ്തിട്ടുള്ള സൗജാണ്. സൗജ് എന്താ പറയാ, ഇണകളായിക്കൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇണകൾ. സോ സെയിം ഈക്വാലിറ്റി അവിടെ ഉണ്ട് അള്ളാന്റെ. ലാ. അപ്പം നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയ എന്താണ് ഒരു വർത്താനം കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഒക്കെ ഒന്ന് നമ്മളുടെ അല്ലെ ഹസ്ബൻഡിന് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മളൊന്ന് കുറയ്ക്കുക. പറയും നീ എന്തൊരു ഇതാണ്, ഒന്ന് അടങ്ങി ഒതുങ്ങി അങ്ങനെയൊക്കെ പറയില്ലേ, വലിയ ഒച്ച ഉണ്ടാക്കല്ലേ. ആൾക്ക് ചിലപ്പോൾ നമ്മളെ സൗണ്ട് തന്നെ ചിലപ്പം ഇറിറ്റേറ്റ് ആകുന്നുണ്ടാവും, അങ്ങനെ വർത്താനം പറയാത്ത ആൾക്കാരാണ്. നേരെ തിരിച്ചുമാണ്. അപ്പൊ നമ്മൾ എന്തിനും ഒരു ഒന്നൊന്ന് കുറച്ച് സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം മനസ്സിലാക്കി ചേഞ്ചസ് വരുത്താണ് കേട്ടോ വേണ്ടത്. അല്ലാതെ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് നമ്മളെ മാറ്റാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് അവരെയും മാറ്റാൻ പറ്റും. നമുക്കെല്ലാം മാറ്റാൻ പറ്റും, അത് അള്ളാഹ്ക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആദ്യം നന്നായിട്ട് സുബ്ഹാനല്ലാഹ് നന്നാവല് നല്ല, ഇത് നമ്മളുടെ ഒരു നേച്ചറാണ്. ആ നേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണേ, ഏറ്റവും ഒരു നല്ലൊരു രീതിയിലേക്ക് അതിനെ സെറ്റാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആവശ്യങ്ങൾക്കൊക്കെ സംസാരിക്കണം. ഈ ഉള്ളിൽ വെച്ച് അവസാനം കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരു ഇത് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആദ്യം നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കുക തന്നെ ചെയ്യണം അല്ലെ. പിന്നെ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല ഒരു തലത്തിൽ പോലും. അതങ്ങോട്ട് എല്ലാം കൂടി ഒരുമിച്ച് വരിക, ദേഷ്യവും സങ്കടവും അല്ലെ, ഒച്ചപ്പാടും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. അത് ഭയങ്കര ഒരു ശരിയല്ലാത്തൊരു ഇതാണ്. അപ്പൊ നമ്മൾക്കൊരു വിഷമം പിടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സമാധാനത്തിന്റെ സമയത്ത് അവരോട് പറയണം. എന്ത്, അങ്ങനെ പറയരുതായിരുന്നു, എനിക്ക് അത് അത്ര ഇഷ്ടമല്ല. ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യൂല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞല്ലോ, നമ്മൾക്ക് ഉള്ളിൽ നിന്ന് അത് പോയല്ലോ. ഇത് ഉള്ളിൽ അങ്ങനെ വെക്കുകയാണ്. ഉള്ളിൽ വെച്ചിട്ടാണ് പിന്നെ അവസാനം ഇതെല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയാ, ബോംബ് പൊട്ടുന്ന മാതിരി ഇങ്ങനെ ഭയങ്കര കച്ചറയാണത്. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഈ നമ്മൾ ആ ഒരു ബാലൻസ് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പൊ എന്താണ്, സുബ്ഹാനല്ലാഹ്, അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു മലയാണ്. അപ്പം ഇല്ലേ, ഇല്ലാത്തതും ഉണ്ടാത്തതും എല്ലാം കൂടി അങ്ങെടുത്ത് വരും. അപ്പൊ ഭയങ്കര ഇതാണ്, നമ്മൾക്ക് ഉള്ളിലും ഭയങ്കര ഇതായിരിക്കും, ഇടങ്ങേറായിരിക്കും, എന്താ പറയാ, ആത്മസംഘർഷമായിരിക്കും. പുറത്തും ഈ പറഞ്ഞ പോലെ ഈ പൊട്ടിത്തെറികളും ഒച്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവും ചെയ്യും, രണ്ട് സൈഡിൽ നിന്ന് തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും ഇതിന്റെ കാരണങ്ങളൊന്നും നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുന്നത് കുറവായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ സംസാരിക്കണം, പരസ്പരം തുറന്ന് സംസാരിക്കണം. ഇതൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. നമ്മൾ തന്നെ ഒരിക്കലും ഇരുന്നിട്ട് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ഇന്ററാക്ഷൻ അല്ലെ, ഒരുമിച്ചിരുന്ന് അല്ലെ സംസാരിക്കുന്നത്, അതൊക്കെ ഇടയ്ക്ക് വേണമെന്നും പല വർത്താനങ്ങളും അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ഭാഗത്തുള്ളവരായിരിക്കും, കുട്ടികളൊക്കെ ഹോസ്റ്റലിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിട്ടോ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയ. എന്നാലും ഇടയ്ക്കിടെ ഇപ്പം കല്യാണം ഒന്നും കഴിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞതുപോലെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ കോള്, നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു ഗൂഗിൾ മീറ്റ് ആകാം, അല്ലെങ്കിൽ സൂമിലാക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ബോട്ടിം ഉണ്ട്, സുബ്ഹാനല്ലാഹ് എല്ലാം ഉണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ തന്നെയാണ് വാട്സപ്പ് കോൾ തന്നെ നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാലോ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചിരി നേരം എന്തെങ്കിലുമൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ വെച്ച് തിന്നതും കുടിച്ചതും ഒക്കെ പറഞ്ഞ് അല്ലെ, നമ്മൾ ആ ഒരു വർത്താനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അതവിടെ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ അതിനെ ഒന്ന് താങ്ങിപ്പിടിച്ചു അല്ലെ. ഒരു നല്ലൊരു രീതിയിൽ നമ്മൾ ആ സംസാരം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഓൾറെഡി നമ്മളത് പഠിച്ചത് കൊണ്ട് അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. പിന്നെ അതിനിടയ്ക്ക് വളരെ വിഷമകരമായ കാര്യങ്ങളൊന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയണ്ട. നമ്മളോട് അവരടുത്ത് സ്വകാര്യമായിട്ട് പറയുന്നത്, നിങ്ങളിങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ര ഇതായില്ല, എനിക്ക് ഇനി ഞങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ടോൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ എത്ര മിണ്ടാത്ത ആളാണ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളങ്ങനെ പഠിച്ചു പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. പോയില്ലേ കഥ.
ഓക്കെ, ദേഷ്യം വിളിച്ചും പിടിക്കലും ഒക്കെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മള് എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, തക്കുവയുടെ ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ടൊന്നും ഈ പറയുന്ന പോലെ സ്വഭാവം വെടക്കാക്കാൻ നമ്മൾ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ആ ലെവലിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ തുടങ്ങേണ്ട ആണ് നമ്മളെ സ്വഭാവം. നമ്മൾ അല്ലെ വീട്ടില് എത്രത്തോളം നല്ലോണം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളെ മാർക്ക്. അല്ലാഹു അക്ബർ. അപ്പോ അവിടെ നമ്മൾ സംസാരിക്കുക. നമുക്ക് വിഷമം തോന്നിയ കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സ്വകാര്യമായിട്ട് പറയാം. അതും ഏറ്റവും നല്ല ടോണിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ടോണൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. ഇനി അങ്ങനെ ഒരു മുഖമൊക്കെ നമ്മളുണ്ടല്ലോ കടന്നൽ കുത്തിയ പോലെ എന്നുള്ള പോലെ ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ തന്നെ കടന്നൽ അങ്ങോട്ട് കുത്തി വീർത്ത് ഒരു പരുവത്തിലായി, പിന്നെ പറയുന്ന സമയത്ത് അതിനേക്കാളും വളരെ മോശമായിരിക്കും. അല്ലാഹു അക്ബർ. ഓക്കെ, അപ്പം ഏറ്റവും നല്ല രീതിയിൽ അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഇനി എന്താണ് നമ്മളെടുത്ത് അവർക്ക് എന്തെങ്കിലും നമുക്ക് തന്നെ മനസ്സിലായി, നമ്മളിപ്പോ അത്യാവശ്യം എന്ത് പറയണം എന്ത് പറയരുത് എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു പറയണ്ടായിരുന്നു അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ അതങ്ങ് വിട്ട് കളയരുത്. നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് സോറി പറയുന്ന വേണം. ഈ സോറി നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് തിരിച്ചിങ്ങോട്ടും എന്തുണ്ടാവുക, സോറികൾ ഉണ്ടാവുക. അതൊരു വല്ലാത്തൊരു ഇതാണ്. മനസ്സിലാക്കലും പറയും എന്തൊക്കെ പറഞ്ഞാലും സോറി പോലും പറയൂല, അങ്ങനെ അറിയില്ലേ. അങ്ങനെ ആ സോറി പോലും പറയില്ല എന്നുള്ളത് അത് അങ്ങനെ ആയിപ്പോയി. നമ്മളും അങ്ങോട്ട് പറയാണ്ടായി പോരുത്. നമ്മൾ മെല്ലെ മെല്ലെ കാര്യങ്ങളിൽ ഓർത്ത് വെച്ച് അവരിങ്ങോട്ട് പറഞ്ഞിട്ടൊന്നല്ല ഇനി അങ്ങനെ ചെയ്തില്ല സോറി അങ്ങനെ പറയണ്ട. നമ്മൾ അവരൊക്കെ പറയുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് പോയിട്ട് ഞാൻ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെ തീർക്കണം കേട്ടോ. നമ്മളെല്ലാം അന്നന്ന് തീർപ്പാക്കുന്ന ആൾക്കാരാണ്. നാളത്തേക്ക് വെക്കരുത്, നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അതാണ് പോയിന്റ്. ഓക്കെ, അപ്പം അത് ചിലപ്പം നമ്മൾ പറയില്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു സമയമുണ്ട്. അത് ഇപ്പം പുറത്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വേറെ വേറെ സ്ഥലങ്ങൾ, അധികം പ്രവാസികളായിട്ടുള്ള ഹസ്ബൻഡ്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികളുമായിട്ട് ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു കോൾ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു ടൈം വേണം കേട്ടോ. ഡെയിലി നമ്മൾ സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം, തമാശകളൊക്കെ പറയണം. അത് നമ്മൾ ചിലപ്പം ഇതൊന്നും നമുക്കാകെ ഖുറാനും പഠിത്തം കാര്യങ്ങൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ പഠിക്കാണ്ടല്ലേ, ഓതിടാണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാണ്ട് ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നത് തന്നെ മാറ്റം വരും. അങ്ങനെയൊന്നും പായാൻ പറ്റൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിക്കണേ? അത് ആദ്യം ആരും ചിന്തിക്കുന്നില്ല. പഠിക്കണം, ഓതണം, ചെല്ലണം, ചെയ്യണം, ചിന്തിക്കേണ്ടതാക്കേണ്ടത്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വിളിക്കുമ്പോൾ അവരെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അപ്പൊ തന്നെ അവർക്ക് ദേഷ്യം വന്നില്ലേ. എന്ത് നമ്മള് ഈ സ്വഭാവത്തിന്റെ എന്താ പറയാ വ്യത്യസ്തതകളെ കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരല്ലോ. സുബ്ഹാനല്ലാഹ്, എല്ലാറ്റിലും ഉണ്ട് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സംസാരിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കാം. സമയം മാറ്റി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ടൈം കീപ്പ് ചെയ്താലും മതി. ഇന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അല്ലാത്തൊരു സമയത്ത് വിളിക്കണം കേട്ടോ, ഇങ്ങനെ ആവണം കേട്ടോ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിന് ഇടയ്ക്ക് വിളിക്കുകയാണെങ്കിലും നമ്മൾ ക്ലാസ് നമുക്ക് റെക്കോർഡിങ്സ് കേൾക്കാനുള്ള നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതല്ലാത്തതൊക്കെ എന്താ പറയാ, നമ്മൾ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ഓഫീസിൽ തിരക്കാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല വർത്താനം പറയാനൊക്കെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ പറയും ഓഫീസിലാണ് അവര് ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പൊ തന്നെ എന്തായി, പിന്നെ നമ്മളെ മൂടങ്ങ് പോയി, പിന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ചു നോക്കുക പോലും ചെയ്യണ്ടാവില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതൊന്നും സാരില്ല, അത് തിരക്കായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെ വല്ല ഫ്രീ ആകുമ്പോൾ വിളിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് ഇടാം. സിമ്പിൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പരസ്പരം നമ്മൾക്ക് ഇഷ്ടക്കേടുകളും എന്താ പറയാ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തുറന്ന് സംസാരിക്കണം. അത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിലും അത് ചെയ്യുമ്പം ശരിക്കും നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് അവർ അംഗീകരിക്കണം എന്നില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആരും എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്തത്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരാൾക്ക് നിങ്ങൾ ചെയ്ത് ശരിയായാലും സമ്മതിച്ചില്ല. ഇപ്പുറത്തുള്ള അത് നമുക്ക് നമ്മൾ സമ്മതിച്ചു കൊടുക്കലുണ്ടോ, അത് ആലോചിച്ചാൽ മതി. അപ്പൊ അവർ സമ്മതിച്ചു തരുമോ? ഇല്ല. അപ്പൊ നമ്മൾ സമ്മതിക്കുന്നിടത്ത് എത്തണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് സോറി പറയുന്നു. അതോടൊപ്പം നമുക്കുള്ള വിഷമങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതൊക്കെ എന്താ അറിയോ, ഈ തുടക്കത്തിൽ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യണം എന്നറിയാം, അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് വേണേ ഒരു സോറി പോലും പറയാൻ പോകുമ്പോൾ പഠിച്ചോ ഇത് എഫക്റ്റ് ആക്കണം നമുക്ക് അല്ലെ. ബന്ധങ്ങൾ നന്നാക്കി തരണം, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം. നമുക്ക് വിഷമമുണ്ട്, നമുക്ക് ഇങ്ങനെ
നമ്മളെ പറഞ്ഞതും നമ്മളെ കളിയാക്കിയതോ എന്തെങ്കിലുമോ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ദേഷ്യപ്പെട്ടതോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മളെ ഹൃദയത്തിന് നമ്മളൊന്ന് ശുദ്ധീകരിക്കണം. അല്ലാഹു മാതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൃദയത്തിനെ അങ്ങോട്ട് ശുദ്ധീകരിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അള്ളാഹ് നമ്മൾ പറഞ്ഞാൽ പഠിച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത്, അല്ലെ? ഈസിനെ ചോദിക്കാം അള്ളാന്റെ അടുത്ത്, അള്ളാഹു യസ്സിർ ലി അംരീന്നോ അല്ലാഹു ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു അല്ലെ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അന്നേരം അവരൊന്നും മിണ്ടിയില്ലെങ്കിൽ കൂടിയിട്ട് പിന്നീട് അതിനെ മനസ്സിലാക്കുന്നതും അതിനെ തിരുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇങ്ങനെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. നമ്മളല്ല ഉണ്ടാക്കുന്നത്, കാരണം നമ്മളും റബ്ബും തമ്മിലുള്ള കണക്ഷനിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെ? കാരണം അത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹിക്മത്താണ്. ഇങ്ങനെയാണ് ഈ കാര്യത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അവരങ്ങനെയാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ? നമ്മളിപ്പോ പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. പഠിച്ചത് എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കണം, ശ്രമിച്ചു നോക്കാം നമുക്ക്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ശ്രമിക്കലല്ല, നമ്മൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അള്ളാഹു നമുക്ക് അവിടെ എളുപ്പം ഉണ്ടാക്കി തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ പരസ്പരം സംസാരിക്കാത്തതാണ് മെയിൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള എന്താ പറയാ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ തെറ്റിദ്ധാരണകൾ, അല്ലെ? നമ്മൾ അവര് ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് മനസ്സിലാവും. അവർ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും, അവര് ആളുകളുടെ ഇടയിൽ വെച്ച് നമ്മളെ കളിയാക്കുന്നത് പോലും ചിലപ്പോ എന്താണ് അത് അവര് ഉദ്ദേശം എന്താണ്, തമാശ മാത്രമാണ്. പക്ഷെ നമുക്കത് തമാശയല്ല, അല്ലെ? നേരെ തിരിച്ചു ആവാം. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഹസ്ബൻഡിനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ, നമ്മളെ തമാശയായിട്ട് ഉപ്പ അല്ലെങ്കിൽ അങ്ങനെയാ, പിന്നെ അങ്ങനെയാ എനിക്ക് അന്ന് പണ്ടത്തെ കഥ, അല്ലെ? നമ്മൾ അങ്ങനെയാണ് പണ്ടത്തെ. ഇപ്പൊ ഒക്കെ കുട്ടികളെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തൊക്കെ പല സംഗതികളും കൊണ്ടുവരും. നമ്മളിങ്ങനെ പറയുമ്പോൾ പല രസമാണല്ലോ, നമ്മളെ കൂടി കസിൻസ് ഒക്കെ ആയിട്ടിരുന്ന് വർത്താനം പറയുന്ന സമയത്തൊക്കെ നമ്മക്ക് എന്തേലും അന്നൊക്കെ ഒരു പെട്ടിയിൽ ഇച്ചിരി മുട്ടായി കൊണ്ടുവരാം, അതെന്നെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം കൊട്ടക്കണക്കിനല്ല ഓരോന്ന് കൊണ്ടുവരുന്നത്, എന്താ അല്ലേ ഡയമണ്ടും അതും ഇതും ഒക്കെ. എന്നിട്ട് പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതങ്ങനെ എന്റെ അപ്പ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ അവർക്ക് അത് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം, ഇതൊക്കെ ഷോ ഓഫിന്റെ കാലാണ്. ഇന്നും അതൊന്നും പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അന്നത്തേതുപോലെ തന്നെയാണ് ഇന്നും നമുക്ക് വേണ്ടത് ശരിക്കും. പക്ഷെ ഈ ആൾക്കാരുണ്ടല്ലോ, അത് വെറുതെ നമ്മൾ തമാശയായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അവർക്കത് ചിലപ്പം കുട്ടികളുടെ ഇടയിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. നമുക്ക് പണ്ട് ചെയ്തു തരാത്തതോ നമ്മൾ പണ്ട് കൊണ്ടുപോകാത്തതോ നമ്മൾ പണ്ടെന്തോ പറഞ്ഞതോ അതൊക്കെ കൂടി കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് നല്ല ഇങ്ങനെയൊക്കെ പറയും. നമ്മളെന്താ ഒരു രീതിയിൽ എല്ലാം കൂടെ ഒരു അതിനുള്ള സാഹചര്യം ഒത്ത് വന്നപ്പോ കിട്ടിയ ചാൻസിന് ഒന്ന് കുത്തിയതുമാണ്, എന്നാൽ അത് തമാശയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, അവരത് ഉള്ളിൽ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ആണുങ്ങളാണ്, അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, അവർക്കും നന്നായി ഫീൽ ചെയ്യും. സുബ്ഹാനല്ലാഹ്. മക്കളുടെ ഇടയിൽ വെച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവരെ ചെറുതാക്കി പറഞ്ഞാൽ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വർത്താനങ്ങൾ നമ്മൾ പറയരുത്. നമുക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വരും, ഉപ്പ മോളെ അങ്ങനെയല്ലേ, ഉപ്പ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നില്ല, ഉപ്പ അങ്ങനെ അത് പോയിട്ടില്ലെങ്കിലും ഇങ്ങനെ. അതായത് നമ്മൾ എവിടെയും എന്താണ് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹുവിനോട് കണക്ഷൻ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിനുള്ളിലെ കണക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആൾക്കാരാണ്. അള്ളാഹു അങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്. അള്ളാഹു അക്ബർ. നമ്മളായിട്ട് അതിനെ ഇങ്ങോട്ട് എന്താ പറയാ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് അതിനെ അങ്ങ് എന്താ പറയാ അത് എന്താ പറയാ വിടുത്തി കൊണ്ടുവന്ന തലത്തിലേക്ക് കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ തെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ഉദ്ദേശശുദ്ധീനെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അതാണ് പരസ്പരം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഉദ്ദേശത്തെ മനസ്സിലാവും. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞേ, നല്ലൊരു നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ടോണ് മാറ്റിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചങ്ങനെ പറയണം, തമാശയാക്കിയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങനെ പറയോ. അത് കുട്ടികളുടെ മുന്നിൽ വെച്ചാൽ തിരുത്തും വേണം കേട്ടോ. കാരണം കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ പറയല്ലോ, തെറ്റിദ്ധരിക്കാനും പാടില്ല, തെറ്റിദ്ധരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാനും പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഭാര്യയും ഭർത്താവും അവര് ഒറ്റയ്ക്കാവുമ്പോൾ അവര് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അവരെന്താണ് കുട്ടികളുടെ ഇടയിൽ വെച്ച് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. കുട്ടികൾ എന്താ വിചാരിക്കും, ഇതന്നെ ഇവരുടെ ലൈഫ് എന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. അത് അവർ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ അങ്ങനെ ആയി തീർന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ സംസാരം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു എന്താ പറയാ പെരുമാറ്റം ഒക്കെ തന്നെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്.
അവിടെ നമ്മൾ എപ്പോഴും ഉള്ള ഒരു കണക്ഷൻ നന്നാക്കണം. അതിനാണ് ആദ്യം സംസാരിക്കല്, ഉദ്ദേശം നന്നാക്കുക, ഇതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരായത് കൊണ്ട് ഒരു വീട്ടിലാവുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ പ്രതീക്ഷകളിലെ വ്യത്യാസം. നമ്മൾ അത് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, എല്ലാവർക്കും പരാതികൾ ഉണ്ടാവും, ഞാനടക്കം. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ എന്താ പറയാ, നമ്മൾ വിചാരിക്കും ഓ അങ്ങനെ ആയിരുന്നെങ്കിലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കല്യാണം, എന്റെ മക്കൾ ചോദിക്കാറുണ്ട്, ആ ഒരു ഏജിൽ 19-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞേ, അപ്പൊ പറയും ആ ഏജിൽ എങ്ങനെ കല്യാണം. ഞാൻ പറയും എനിക്കൊന്നും ഓർമ്മയില്ല മോളെ, ആ കല്യാണം അത്രേ ഉള്ളൂ, എന്ത് ഏത് എങ്ങനെയെന്നൊന്നും ഒരു ചിന്ത പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം പക്ഷേ ഇപ്പൊ പിന്നെയാണ് നമ്മളിലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കാര്യങ്ങളും. ഓ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഓ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, നിങ്ങളൊന്നും ചെയ്തിരുന്നില്ല, നിങ്ങളൊന്നും ആക്കി തരുന്നില്ല, നിങ്ങളൊന്നും വാങ്ങി തരുന്നില്ല അല്ലെ. എല്ലാവരും അവർക്ക് ഡയമണ്ട് വാങ്ങി കൊടുക്കണ്ട, നമുക്ക് ഡയമണ്ട് വാങ്ങി തരുന്നില്ല. അവർ ടൂർ പോകുന്നുണ്ടാ, നമുക്ക് ടൂർ പോകുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് കിട്ടിയ ചാൻസിലൊക്കെ നമ്മളിങ്ങനെ പരാതി പറയും. ഹസ്ബൻഡിന് അങ്ങനെ ആയിരിക്കില്ല. ഹസ്ബൻഡിന് എപ്പോഴും എന്താ ആഗ്രഹം, ഒന്നും വാങ്ങി തന്നില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ സ്നേഹിച്ച് അവരെ പുന്നാരിച്ച് അല്ലെ, അവരെ ഒന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട്, മക്കളുടെ മുന്നിലാണെങ്കിലും അല്ലാതെ നമ്മൾ അവരെ ഒന്ന് എന്തെങ്കിലും രണ്ട് വർത്താനം കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഭയങ്കര സന്തോഷാ. നമ്മള് പണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഐസ്ക്രീം വാങ്ങി തന്നതായിരിക്കും, അതൊക്കെ നമ്മൾ വലിയ സംഭവമാക്കി പറഞ്ഞു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് അതിലും വലിയ ഐസ്ക്രീം നിങ്ങൾക്ക് മുന്നിലെത്തും. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നന്മയെ മുന്നോട്ട് എടുത്തു വെക്കുക. പ്രതീക്ഷകൾ നമുക്ക് അങ്ങനെ ആയിട്ടില്ല, ഇങ്ങനെ ആയിട്ടില്ല, നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മൾ വിചാരിച്ചതൊന്നും നടന്നിട്ടില്ല, ഓരൊക്കെ എങ്ങനെയൊക്കെയോ എന്തെല്ലോ ആണ് അവരുടെ ജീവിതങ്ങളിൽ. നമ്മൾ അൽഹംദുലില്ലാ ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് പറയാണ്, അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആരും ചിന്തിക്കേണ്ട എന്ത് നമ്മൾ അനുഗ്രഹത്തില്, നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ. ബിക്കോസ് നമ്മുടെ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഖുർആൻ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെയാണോ ഉള്ളത്? നമ്മൾ ഖുർആൻ എന്നും എപ്പോഴും അല്ലെ കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എവിടെയോ ഒരു സമയം അല്ലെ, രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാര്, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയ ആൾക്കാരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അല്ലെ സുബ്ഹാനല്ലാഹ്, നമുക്ക് ചേഞ്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. ഹിക്മത്ത് ഇതുവരെ ഒരു കാര്യത്തിലും നമുക്ക് അല്ലെ വന്നിട്ടില്ല എന്നെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഹബ്ലി ഹുക്മ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല ഹിക്മത്തിനെ നൽകാൻ അനുഗ്രഹിക്കട്ടെ, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം പ്രതീക്ഷകളെ നിറവേറ്റാത്തത് അത് തിരിച്ചും മറച്ചു ആവാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാവും എന്താ, അവർ ചെയ്തു തരാത്തതും വാങ്ങി തരാത്തതും. നമ്മളിപ്പം നമ്മൾ നേരത്തെ വീടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാറി നിന്ന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു സന്തോഷം കുടുംബം ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോൾ ഒന്നായിട്ട് നിൽക്കുമ്പോൾ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ത്രീകളായിരിക്കും കൂടുതൽ അനുഭവിക്കുന്നുണ്ടാവുക അല്ലെ. അതങ്ങനെയാണ്. പക്ഷെ അത് മറ്റൊരു അത്രമാത്രം അവരെപ്പോഴും വീട്ടിലുണ്ടാവുന്നില്ല. അപ്പം അവരതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ പ്രതീക്ഷകളെ നമ്മൾ ശരിയായ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിറവേറ്റാത്തത് അത് എന്താ പറയാ, നമ്മൾ അവരോടുള്ള ഒരു മതിപ്പും ഒരു ഇഷ്ടക്കേടും അല്ലെ, മതിപ്പ് കുറയും, ഒരു ഇഷ്ടം അന്ന് കുറയുന്ന പോലെയാക്കും. അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരുടെ പ്രതീക്ഷകളെ നമ്മൾ ഏറ്റവും അല്ലെ നമുക്കത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ നീങ്ങുകയും ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് തീർച്ചയായിട്ടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് അള്ളാഹ് നമുക്ക് നമ്മള് ചോദിക്കാതെ പറയാതെ റബ്ബ് നമുക്ക് സെറ്റാക്കി തരും. സുബ്ഹാനല്ലാഹ്. ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും എനിക്ക് അള്ളാഹ് പഠിച്ചോനെ, ഞാൻ ഉള്ളത് പറയട്ടെ. ഇപ്പൊ വീടിന്റെ കാര്യം പറയാൻ പോലും, വീടൊക്കെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഡെഡ് മണിയാണ്. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ വെച്ചാൽ പഠിച്ചോനെ, ഈ മനുഷ്യൻ വീടും ഉണ്ടാക്കൂലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞാൻ ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വീടിനുള്ളിലാണ്. പലപ്പോഴും ഞാനിങ്ങനെ അങ്ങനെ നോക്കിയിട്ട് ഞാൻ വിചാരിക്കും, പഠിച്ചോനെ ഇത് നമ്മളെ വീട് തന്നെയല്ലേ, ഇങ്ങനെ നമ്മൾ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, അള്ളാഹിനെ നമ്മൾ അറിയാണ്ട് സുഖിച്ചു പോകും. നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തതാണ്. എനിക്ക് കാറൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനോട് അങ്ങനെ പറയാൻ പറഞ്ഞാണ് വിചാരിച്ച കാര്യങ്ങളല്ല. വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഞാൻ കാറൊന്നും ഓടിക്കുമെന്ന് വിചാരിച്ചതേ അല്ല. അപ്പൊ പറയും കാറ് അതൊന്നും വേണ്ട, നമുക്കൊരു പണ്ടത്തെ ജീപ്പ് ഉണ്ടല്ലോ, നമ്മളൊക്കെ ആൾക്കാരെ കല്യാണത്തിന് പുതുക്കത്തിന് പോണ ജീപ്പ്, അത് നല്ലൊരു വണ്ടി. അപ്പൊ ഞാൻ പടച്ച തമ്പുരാന് അപ്പൊ അതിൽ ജീപ്പാണ്. അപ്പോൾ വാങ്ങിക്കേണ്ട കാര്യമില്ല, അന്ന് കാറും ഇതൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്.
ഇപ്പം ഞാനിങ്ങനെ കയ്യില് ഓക്കെ. അപ്പോ വണ്ടിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും സുബ്ഹാനല്ലാഹ് ആ വാക്കുകൾ. കാരണം പക്ഷെ അന്നേരം ഞാൻ ചോദിച്ചില്ല നിങ്ങൾ എന്ത് മനുഷ്യനാ, നിങ്ങൾ പോരെയൊന്നും ഉണ്ടാക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊട്ടപ്പാളി ജീപ്പ് നിങ്ങൾ വാങ്ങാൻ പോണെന്നൊന്നും അന്നേരം ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പടച്ചോനെ എന്നാണ് അന്ന് ദീനൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പടച്ചോനെ എന്നുള്ള വിളി തന്നെയാ വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മളെ ഈ ഒരു പ്രതീക്ഷകളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദീനിന്റെ കാര്യം, അല്ലെ? ഞാൻ അതിനോട് കണക്ട് ചെയ്ത് നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ദുആ ഇല്ലേ, അതൊന്ന് പറയുമ്പോൾ ഒന്ന് നിർത്തി ഒന്നുകൂടി ഒന്ന് അള്ളാന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആഫിയനെ ചോദിക്കുന്ന ഒരു ദുആ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിങ്ങനെ അത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഉണ്ടല്ലോ, നമുക്ക് ഒരു ഓർമ്മ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഫാത്തിഹ ഓതും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മളൊന്നൊരു അത് ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കാന്ന് പറയുന്നത് പോലെ ഇപ്പൊ നമ്മളിപ്പോ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി, അതിൽ ഓരോ വാക്കുകളും നമ്മൾ റബ്ബിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. ഇപ്പൊ നമ്മൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അത് നോക്കൂ, ദീനിൽ നമ്മൾ അവിടെ ചോദിക്കുന്നുണ്ട്, അഹ്ലി നമ്മളെ കുടുംബത്തിൽ എല്ലാം ബാക്കിയുള്ളത് നമ്മൾ പല ദുആകളിലും പലതിനും ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ആഫിയത്ത് എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാമാണ്. ആഫിയത്തിന്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ വാക്കിൽ എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വിശാലമാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതില് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാണ്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സമാധാനവും എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ത്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. നമുക്ക് ദീൻ പഠിക്കണം, മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ ഭർത്താവിലേക്കും അത് എത്തിക്കണം, നമ്മുടെ മക്കളിലേക്കും എത്തിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മൾ ആ ദീനിന്റെ ആ ഒരു ദുആ നിങ്ങൾ രാവിലെയും വൈകുന്നേരം പറയുമ്പോൾ ഒന്നൊന്ന് നിർത്തി ഒന്ന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു നോക്കും, മിറാക്കിൾ സംഭവിക്കും നമുക്ക് കാണാം. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് മാത്രം വിചാരിക്കരുത്, റബ്ബ് വിചാരിച്ചൊരു രീതിയിൽ അതിനൊരു മാറ്റം വരാനുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ പ്രതീക്ഷകളെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, മാറ്റിക്കൊണ്ടുവരേണ്ടത്. റബ്ബിനോട് ചോദിച്ചുകൊണ്ട് എല്ലാം നമ്മളെ അശമ്മൻ പറയുന്നത് പോലെ എന്തും റബ്ബിനോട് ചോദിക്കുക. ടു സെറ്റ് കാര്യം ചെരുപ്പിന്റെ വാറ് പൊട്ടി അള്ളഹാനോട് ചോദിക്കണം എന്ന് പറയും. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം എന്താ നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കാത്തത്? ചോദിക്ക്, ആഫിയത്തിനെ ചോദിക്ക്. ദീനിലും ദുനിയാവിലും കുടുംബത്തിലും ഒക്കെ ആഫിയത്തിനെ ചോദിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ ഒരു ദുആ നമ്മൾ മറക്കാതെ രാവിലെയും വൈകുന്നേരം പറയാട്ടോ. അല്ലാഹു അക്ബർ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് ദുആകൾ നമ്മൾ കുടുംബത്തിന് വേണ്ടി പറയുന്നുണ്ട്. അല്ലാഹു അക്ബർ. ദീനും കൊണ്ടും അല്ലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിനെ അനുഗ്രഹിക്കണം. അത് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം. ദീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദീൻ എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു മതം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി നിർത്താൻ കാരണം നമ്മൾ ജീവിത സ്റ്റൈൽ അല്ലെ, എന്താ പറയാ, ജീവിത രീതി അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. ഇന്നിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഞാനൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് തന്ന ഇതുപോലെ തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും നമുക്ക് പറ്റായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതാ പറയുന്നത്. അതെങ്ങനെയാ അള്ളാഹ് തരിക നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പുറത്തിറങ്ങി തന്നെ പ്രവർത്തിക്കണം, എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രതീക്ഷ അതായിരുന്നു. എന്റെ പ്രതീക്ഷക്കനുസരിച്ച് എന്നെ വിടുന്നില്ല, എന്നെ ആക്കുന്നില്ല എന്ന് ഞാൻ എന്നും പരാതി പറഞ്ഞാൽ പരാതി പറയൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹ് എങ്ങനെയാണ് നമുക്ക് ചാൻസ് തന്നത്, അവിടെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. റബ്ബിനോട് അപ്പോഴും അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുക. അൽഹംദുലില്ലാ അവര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മക്കള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. നമ്മള് ശകർത്തും ലഅസീദന്നക്കും. നാളെ എന്തെങ്കിലും ഒരു ആള് നമ്മളിൽ നിന്ന് ഒന്ന് വിട്ടു പോയാലാണ് അതിന്റെ ഒരു വേദന നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ എന്തോ പറയില്ല, നമ്മളിങ്ങനെ വലിച്ചൂരുന്ന പോലെയുള്ള വേദന നമുക്ക് വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പ്രതീക്ഷകള് നമ്മളുടെ പ്രതീക്ഷകൾക്ക് അവർ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പരാതിയും പരിഭവങ്ങളുമായിട്ട് പോകാതെ അവരുടെ പ്രതീക്ഷകളെ നമ്മളൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ അതിനൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്രതീക്ഷകൾ നമുക്ക് റബ്ബ് ശരിയാക്കി തരും. അതിനു വേണ്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. അതാണ് നമ്മുടെ ഹിക്മത്ത്. അല്ലാഹു അക്ബർ. ഓക്കെ, നമുക്ക് ഇപ്പം പ്രവാചകന്മാരുടെ ഓരോ കഥകളും ഖുർആനിൽ പഠിക്കുമ്പോൾ നമ്മളതെല്ലാം മനസ്സിലാക്കുന്നത്. അവരെന്താ ചെയ്തേ? ചുറ്റുപാടുള്ളവരോട് പറഞ്ഞോ, പരാതികൾ പറഞ്ഞോ, അല്ലെങ്കിൽ അതിനിങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു? ഇല്ല, അള്ളാന്റെ അടുത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കാര്യം നേടിയെടുക്കുന്നു. അതൊക്കെ പഠിക്കുന്ന നമുക്ക് എന്നാലും ഈ പറഞ്ഞതുപോലെ
ഇല്ലായ്മകളും കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും നിൽക്കുമ്പോൾ ഇതെവിടെ എത്താൻ പോകുന്നില്ല. പിന്നെ പ്രതീക്ഷകളിലെ വ്യത്യാസമാണ് പ്രതീക്ഷ എന്താ പറയാ നിറവേറ്റാത്തതിന്റെ അതിൽ കാരണം പറഞ്ഞു. പിന്നെ കാരണമായിട്ട് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം കോപവും അഹങ്കാരവും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ സ്വന്തം തെറ്റ് സമ്മതിക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മൾ തെറ്റ് നമ്മൾ സ്വയം തിരുത്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യത്തിന് ഇന്ന് തന്നെ അപ്പൊ തന്നെ നമ്മൾ സോറി പറയും. ചിലപ്പോൾ ആള് ഫോൺ ചെയ്ത സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ സോറി പറഞ്ഞേക്കാം, അപ്പൊ തന്നെ മെസ്സേജ് അയച്ചേക്കാം, സോറി കേട്ടോ ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞു പോയതാണ്, വോയിസ് മെസ്സേജ് ഇട്ട്, ടെക്സ്റ്റ് അല്ല, നല്ല മട്ടത്തിലും മാതിരിയിലും സൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അങ്ങ് പറഞ്ഞേക്കാം, സോറി കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കല്ലേ. അപ്പൊ മുഖറൊന്നും ഉണ്ടോന്നുമില്ല ചിലപ്പോ. അപ്പൊ നമ്മളും അറിയാം അവരിങ്ങോട്ടും എന്തെല്ലാം പറയുന്ന ആ വർത്താനം ഇനി നമുക്കില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഇനിയിപ്പോ രണ്ട് സൈഡും നമ്മൾ നന്നാക്കാൻ നിന്ന ഇതൊരു കാലത്ത് നന്നാനൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പുറത്ത് ശരിയാക്കി കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മക്കളുമായിട്ടും കണക്ട് ചെയ്യാട്ടോ. ഞാനിപ്പോ ഭാര്യ ഭർത്താവിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, കുറേ നമുക്ക് ഇത് നീട്ടിക്കൊണ്ടാൻ പറ്റില്ല, നമുക്ക് ഒരു മണിക്കൂറായിരിക്കും സമയം, ഇപ്പൊ തന്നെ ഓൾറെഡി സമയമായി. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളുടെ ഇടയിലും ഒക്കെ തന്നെ നമ്മളെ പ്രതീക്ഷക്കൊത്ത് മക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കലല്ല, നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അല്ലേ ജീവിതം എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കേണ്ടതാക്കി കൊടുക്കേണ്ടതെന്നും അല്ലെ നമ്മൾ മാതൃകയായിട്ട് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അല്ലെ അവരും അതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപഠിക്കലാണ് ഏറ്റവും. പറഞ്ഞു പഠിപ്പിച്ചിട്ട് എവിടെയും എത്തുന്നു നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അല്ലെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത് എവിടെ എത്തുന്ന കാര്യമല്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ശരിക്കും ലൈഫിൽ എഫക്ട് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അത് എത്രത്തോളം എന്താണ് അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ആണുങ്ങൾക്കായിരിക്കും സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക. അപ്പം അത് ശരിക്കും അത് വീട്ടില് എന്തായാലും അത് കാണിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അത് ഉള്ളതിനനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഉമ്മമാർക്കാണ് പറ്റുക. സുബ്ഹാനല്ലാഹ്. ഏറ്റവും നല്ല രീതിയിൽ അല്ലെ, ഏറ്റവും ചെലവ് ഞാൻ കുറേ മുമ്പ് എനിക്ക് തോന്നുന്നു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കണം മോങ്ങുസ്താന്റെ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത്, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് പറഞ്ഞു ഏറ്റവും ചെലവ് കുറഞ്ഞ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ആണെങ്കിൽ കേട്ടോ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നത്. എന്നാ പിന്നെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പൊ അങ്ങനെയല്ലാലോ, ഉമ്മമാരാണ് ഏറ്റവും എല്ലാം പൊലിപ്പ് എന്താ പറയാ അടിച്ചുപൊളിയുടെ ആൾക്കാർ. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ പലപ്പോഴും കുറ്റം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെക്കാട്ടിലും ഉമ്മമാരും അല്ലെ അടിച്ചുപൊളിയും അങ്ങനെ തന്നെയാ പറയുന്നേ ചെയ്യുക, എല്ലാം വൈബാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. അപ്പൊ തീർച്ചയായിട്ടും ഇല്ലാത്ത പണം കൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അവരെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലല്ല നമ്മൾ ആവേണ്ടത്. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഏറ്റവും നമ്മളത് ഓരോന്നും നമ്മളുടേതായ രീതിയിൽ ഓരോന്നും മാറ്റി വെച്ചുകൊണ്ട് അല്ലെ അവരുടേതായ പൈസ. ഞാൻ പറയാറുണ്ട് നമ്മളൊരു ഇതിനടുത്ത് നമുക്ക് എന്നും അയക്കൂർ തന്നെ വാങ്ങണ്ട, 2 ദിവസം മത്തി വാങ്ങി എന്നിട്ട് ആ പൈസ എടുത്തിട്ട് അവരുടേതായിട്ട് നമ്മൾ സദക്ക കൊടുക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ബാക്കിയാവില്ലേ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയും നമ്മൾ അവരുടെ പണം കൊണ്ട് നമ്മൾ ചാരിറ്റി കൊടുക്കുന്നു. പറയല്ലോ അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക. ഈ ഉള്ളതിൽ അല്ലെ ഇച്ചിരി ഉള്ളതിൽ നിന്ന് നമ്മൾ അത് മാറ്റി വെച്ചുകൊണ്ട് അതാണ് ആ ഉമ്മയുടെ കയ്യിലാണ് ആ വീടിന്റെ അല്ലെ ആ വീടിനെ സ്വർഗമാക്കി മാറ്റാൻ പറ്റുന്നത്. അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മാറ്റങ്ങൾ വീട്ടിലുണ്ടാക്കാൻ ഓരോ സ്ത്രീക്കും സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സമയക്കുറവ്, രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കുറവായിരിക്കും, പല കാര്യങ്ങൾക്കും അല്ലെ വ്യത്യാസം ഉണ്ടാവും. അപ്പം എന്താണ് സമയം, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വർത്താനം പോലും ഭാര്യ ഭർത്താവ് വർത്താനം കുറയുമ്പോൾ കുട്ടികളും ഏകദേശം എത്ര ഹോസ്റ്റലൊക്കെ പഠിച്ചാലും കുട്ടികളുടെ ഒക്കെ കൂടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു വലിയ വർത്താനൊന്നും ഇല്ലാതെ അങ്ങനെ ആയി മാറുന്ന ഒരു മൂടി ആ ഒരു രീതിയിലേക്ക് പോകുന്നു ഉണ്ട്. അവർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ തോന്നും. അപ്പൊ കൂട്ടത്തിൽ കൂടാനും വർത്താനം പറയാനും സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ പറ്റുന്ന ഒരു ഫാമിലി ആ ഒരു ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെ തിരക്കുകളാണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. ജോലിയുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് നമ്മളുടെയൊക്കെ ആൾക്കാർ പഠിക്കാണ്ട് അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരിക്കലും നമ്മുടെ പഠിത്തം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാത്ത കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാലോ പഠിക്കാനോ വിളിച്ചാലോ ഞാൻ വെച്ചിട്ട് നേരം കുട്ടികൾ ഇപ്പോഴാണ് ഫ്രീ ആയത് അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ, അതാ ഏറ്റവും വാല്യുബിൾ ടൈമാണ് അവരുടെ കൂടെ നമുക്ക് കിട്ടുന്നത്. അത് ഇബാദത്ത് തന്നെയാണ്. നമ്മൾ വിചാരിക്കരുത് ഇത് മാത്രമാണ് ഇബാദത്ത് എന്ന് വിചാരിച്ച് നമ്മൾ എന്തോ ഒരു ഇതിലേക്ക് പോയിരുന്നു. ഇപ്പൊ കേട്ട് നമുക്കൊരു അല്ലേ ഒരു കുറെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്.
അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കുന്നതാണെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതായാലും ഒക്കെ തന്നെ ഇതേപോലെ നമ്മൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ. ഇതിനോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് വിവാഹമൊക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ, സംസാരത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയ കുറവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണകൾ സംസാരിക്കുമ്പോൾ അല്ലെ പറഞ്ഞത് ഉദ്ദേശിച്ചതല്ല മറ്റൊരാളെ മനസ്സിലാക്കേണ്ട, അതൊരു പ്രശ്നങ്ങൾക്ക് കാരണമാണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ടു തരം വ്യക്തിത്വങ്ങളാവും, ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അതേപോലെ പ്രതീക്ഷകളിലെ വ്യത്യാസം, ഒരാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഒരാൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു, എവിടെയും പ്രതീക്ഷകൾ അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതേപോലെ ദേഷ്യം, അഹങ്കാരം, ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവിടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കണ്ടാത്തത്, സമയക്കുറവിന്റെ വിഷയങ്ങളും, ഇതൊക്കെയാണ് എന്ത് പ്രശ്നങ്ങളായിട്ട്. നമ്മൾ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ കുറെ സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് എണ്ണി നമ്മളുടെ പരിഹാരങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പരസ്പരം ശ്രദ്ധയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കാൻ ശ്രമിക്കണമെങ്കിൽ എന്താണ്, സംസാരങ്ങൾ ഉണ്ടാവണം. അതിനുള്ള ചാൻസുകൾ നമ്മളായിട്ട് ഉണ്ടാക്കണം. ഇല്ലെങ്കിലും അങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും, അധികം സംസാരിക്കാത്ത ആളാണ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വർത്താനം, ഒന്ന് പുറത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണോ, ഫ്രീ ആകുമ്പോൾ വിളിക്കുവോ, അങ്ങനെ ചോദിക്കണം. വീണ്ടും കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിതൊന്ന് തീർന്നിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ. അതേപോലെ എപ്പോഴും ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബഹുമാനം കൊടുത്ത് നമ്മൾ ബഹുമാനം വാങ്ങുക, സ്നേഹം കൊടുത്ത് നമ്മൾ സ്നേഹം വാങ്ങുക. കാരണം നമ്മൾ റബ്ബിനെ വിചാരിച്ചിട്ടാണ്, നമ്മൾ എല്ലാം ഇല്ലേ, അള്ളാഹിനെ വിചാരിച്ചിട്ടാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അവരിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന് വിചാരിക്കുന്നു, അവരിൽ നിന്ന് നമ്മളെ പ്രതീക്ഷകൾ ശരിയാക്കി കിട്ടണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത് ആ സംഭവം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അതല്ല നമ്മളുടെ ഇതെന്ന് പറയുന്നത് കെമിസ്ട്രി. നമ്മൾ ആ ഇക്വേഷൻ മാറ്റി തിരുത്തി എഴുതി കളഞ്ഞു. നമ്മൾ അള്ളാഹിലേക്ക് കണക്ട് ചെയ്ത് വിട്ടു. അവിടുന്ന് അള്ളാഹാണ് നമുക്ക് ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് ആൾക്കാരാണെങ്കിൽ പിന്നെ എല്ലാം അള്ളാഹ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ദുനിയാവില് നമുക്ക് ആരും അള്ളാഹ് കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അവിടെ എല്ലാം കൂടെ കുഴഞ്ഞു മറിയാം. നമുക്ക് വിഷയങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഓരോ മനുഷ്യനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നത് അല്ലെ. അടുക്കേണ്ടവരെടുക്കും, അല്ലാത്തവർ എന്തോന്ന് പറയല്ലേ, നന്നാവല്ലാത്തവൻ അങ്ങനെന്തോ പറയില്ല. അതേപോലെ സുബ്ഹാനല്ലാഹ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കാനും സംസാരിക്കാനും ശ്രമിക്കുക. അതോടൊപ്പം ബഹുമാനത്തോട് സംസാരിക്കുക, ബഹുമാനം ഒട്ടും കുറയ്ക്കേണ്ട അല്ലെ. കുട്ടികളുടെ ഇടയിലൊക്കെ അങ്ങോട്ട് അവരൊക്കെ ഓവറാക്കി ചളാക്കണ്ട, ഇല്ലാതെ അങ്ങനെ പറയലൊന്നും ഇല്ലെങ്കിൽ എന്നാലും കുറച്ചും കൂടിയൊക്കെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കുട്ടികൾ എന്താ വിചാരിക്കോ, ഉമ്മ എന്താ മാറിയത്, ഉപ്പ എന്താ, ചിലപ്പം ഇങ്ങനെ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഉപ്പ എന്താ അമ്മനെ സോപ്പിടുന്ന എന്താ കാര്യം ചോദിക്കലുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വർത്താനം പറയാത്ത ആളായതുകൊണ്ട് എന്തോ ഉണ്ടല്ലോപ്പാ എന്നൊക്കെ ചോദിക്കും മക്കള് ഒരുമിച്ച് വർത്താനം പറയുമ്പോഴേ. അതപ്പൊ നമ്മളത് ചിരിക്കണം ആ സമയത്ത്. അല്ലെങ്കിൽ ഇപ്പൊക്കെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അതിനെ നെഗറ്റീവ് ആക്കി കൊണ്ടുവരരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അതിനെ ചിരിച്ചിട്ട് നന്നാവാനും സമ്മതിക്കില്ല അല്ലെ എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടുവരാം. എല്ലാം നമ്മൾ ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു മൂഡിലേക്ക് നമുക്ക് ആക്കിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പരസ്പരം നേരത്തെ അള്ളാഹു ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായി തന്നെയാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ്, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് തന്നെ നമ്മളോട് പറയുന്നു. ആ വ്യത്യസ്തതയെ മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അല്ലെ, പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരങ്ങനെയാണ്. അപ്പൊ അവർക്കനുസരിച്ച് നമ്മൾ നീങ്ങുക. പിന്നീട് അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ടും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും അള്ളാഹു ഉണ്ടാക്കി തന്നോളും. ഓക്കെ. ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഓക്കെ. പ്രശ്നങ്ങൾ എപ്പോഴും സമാധാനപരമായിട്ട് ചർച്ച ചെയ്യുക. ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇനി നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കരുത് കേട്ടോ. സംസാരത്തിനും അധികം നിൽക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആ കാലംഭാവം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കി കളയുക. ഓക്കെ. പിന്നെ എനിക്ക് തിരക്കുണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഏറ്റവും നമ്മൾ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യം അള്ളാന്റെ അടുത്ത് സഹായം ചോദിക്കുക. അല്ലാഹു അക്ബർ. അപ്പൊ എന്തൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. മനുഷ്യൻ അള്ളാഹു നമ്മളെ ഡിഫറെന്റ് ആക്കി മാറ്റിയത് ഇങ്ങനെ പലതരത്തില് പല സ്വഭാവത്തിലും പല കാര്യത്തിലും ആയിക്കൊണ്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരം അറിയുന്നതിന് വേണ്ടിയാണ്. ആയത്തിന് മനസ്സിലായി. അള്ളാഹ് കണക്കാക്കി സൃഷ്ടിച്ചാൽ പിന്നെ നമുക്ക് ആരെയും എന്താ പറയാ കംപ്ലീറ്റ്ലി ഇങ്ങനെ നമുക്ക് ആളെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹ് തന്നെയല്ലേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മൾ അറിവ് വന്ന് കിട്ടി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുക. കുട്ടികളെ
ലേക്ക് നോക്കുമ്പോഴും അങ്ങനെ തന്നെ. കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ഒന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യില്ല. വ്യത്യാസങ്ങളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഘർഷങ്ങളെ ഒഴിവാക്കാനും നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുകയും പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് കൂടുതൽ പറഞ്ഞതെങ്കിലും നമ്മൾ മക്കളിലേക്കും അതെടുക്കുക. മക്കളിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ആൺകുട്ടികൾ വേറെയാണ്, പെൺകുട്ടികൾ വേറെയാണ്. ഇനി 2 or 4 പെൺകുട്ടികൾ, ആ 4 പേരും വ്യത്യസ്തരായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ സ്നേഹം കൊടുത്തുകൊണ്ടും സംസാരിക്കാൻ കൂടെ ഇരുന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയാ, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോട് വർത്താനം പറയാൻ തന്നെ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് നമ്മളോട് വർത്താൻ പറയാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ആയിരിക്കും പറഞ്ഞ് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ച് വിട്ടേക്കും. അല്ല, അവര് ചിലപ്പം, ഞാൻ പ്രത്യേകം പറയാണ്, നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ ദീനിന്റെ ലെവലിലേക്കൊന്നും അവർ എത്തുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയും പരാതി പറഞ്ഞും പോകാതെ നമ്മൾ എന്ത് ചെയ്യണം, അവരെപ്പോഴെങ്കിലും അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് തലോടിയും അവർക്ക് ഇഷ്ടപ്പെട്ട വർത്താനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞും അവരോട് ഒരു ചെറിയ ചെറിയ അല്ലേ ഒരു മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, അവര് നമ്മളെ കൂടെ ഇരിക്കുമ്പോൾ ഒരു കാലോ തലയോ എന്താ നമ്മുടെ ഭാഗത്തുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് വെറുതെ ഇങ്ങനെ തലോടി, നമുക്ക് ദേഷ്യം എന്താ, ഒരു തട്ടിടാത്തവരാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലല്ല അവർ ഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ കറക്റ്റ് നിസ്കരിക്കുന്നില്ല. ഈ പരാതികളാണ് നേരിട്ട് കാണുമ്പോഴും പറയാ, അല്ലാത്തപ്പോഴും പറയാ. പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ക്ലാസ് എടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മദ്രസ ടീച്ചർമാരോടൊക്കെ ചിലപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെയായിരിക്കും. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പറയും, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, പറഞ്ഞനുസരിക്കുന്നില്ല, ആക്കുന്നില്ല ഇങ്ങനെ പറയാം. അത് സ്വകാര്യമായിട്ട് നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാം. അവർ കേൾക്കാൻ നമ്മൾ പറയാതിരിക്കുക. അപ്പൊ ടീച്ചേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള ഇക്വത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ കോമൺ ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അല്ലെ, അവർ ഉപദേശിക്കണം, നിസ്കരിക്കാനും ആക്കാനും ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹം കൂടെ നൽകി കഴിഞ്ഞാലല്ലേ. പക്ഷെ നോർമലി നമ്മളെ സംബന്ധിച്ച് അവർ ഇന്ന് തന്നെ നന്നാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആകെ എന്താണ് ഓവറാക്കി ചളമാക്കാണ്. അത് ഏതൊരു വിഷയത്തിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും മക്കളുമായിട്ടുള്ള വിഷയത്തിലാണെങ്കിലും ഓവറാക്കല് ഒന്നും പരിഹാരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എത്ര കാര്യങ്ങളുണ്ട്, അതിന്റെ കാര്യകാരണങ്ങൾ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ആ കാരണങ്ങളെയൊക്കെ അല്ലെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മൾ തന്നെ അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുമ്പോൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ അടുത്ത് നിന്ന് നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുക തന്നെ ചെയ്യും. അല്ലാഹു അക്ബർ. എന്തൊരു സന്തോഷമായിരിക്കും ദുനിയാവ് സന്തോഷമാകുമ്പോൾ അല്ലെ, നമ്മൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. കുടുംബം അള്ളാഹു നമുക്ക് അതിനു വേണ്ടി തന്നിട്ടുള്ളതാണ്. അത് അള്ളാഹ് പറയുമ്പോ തന്നെ എന്തൊരു രസമാണ് അല്ലെ, നിങ്ങളെ ഇണകളാക്കി മവദ്ദത്തും റഹ്മത്തും ആയിട്ട്. അള്ളാഹു അക്ബർ. സ്നേഹവും കാരുണ്യം കൊണ്ട് സെറ്റാക്കിയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണത്. അത് പലപ്പോഴും എവിടെയും കാണാൻ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ നോക്കി കാണുന്ന ഫോട്ടോസിൽ കാണുന്ന അല്ലെങ്കിൽ റീൽസിൽ കാണുന്ന ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പലപ്പോഴും അതും നമ്മളുടെ അടുത്തേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ നമ്മൾ പറയണം, എന്തിനാ ഈ അനാവശ്യമായിട്ട് ഞങ്ങൾ അസൂയപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ വാരിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നെന്ന് ചോദിക്കാറുണ്ട്. എന്നാലും അത് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രീതികളും അല്ലെ, നമ്മുടെ ജീവിത രീതി അങ്ങനെ തന്നെ, നമ്മുടെ ദീൻ അല്ലെ, അത് നമ്മുടെ ഇതിനനുസരിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ചോദിക്കുന്നതിനും പറയുന്നതിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ മക്കൾ അങ്ങനെ ആവുന്നില്ല, നമ്മൾ അങ്ങനെ ആവും. നമ്മളല്ലേ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ കുടുംബം ശരിയാകാൻ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാക്സിമം, എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല. എന്റെ ഒരു ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരിക്കും. ഒരു മൗലവിയുടെ വീട്ടിലുള്ളത് പോലെ ആവില്ല വേറൊരു ബിസിനസ്മാന്റെ വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരിവരെ നോക്കി കണ്ടിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. അതിന് വേണ്ടത് എന്താണ്? തഖ്വ അല്ലെ. ആ തഖ്വ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സൂക്ഷിക്കേണ്ട മുറപ്രകാരം എന്ന് പറയുമ്പോൾ അതിന്റെ തഫ്സീർ നമ്മൾ വായിച്ചു നോക്കാം. സുബ്ഹാനല്ലാഹ്, ക്ലാസ്സുകൾ എപ്പോഴും കുതുബകളിൽ കേൾക്കുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും, അവരിപ്പം അങ്ങനെ നടക്കുന്നു, അവരിങ്ങനെ നടക്കുന്നു, അവരുടെ ഫാമിലിയിൽ എല്ലാവരും നിക്കാബിടുന്നു. നമുക്ക് നിക്കാബിടുന്നുണ്ടാവാം അവര്, അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായിട്ട് പള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര അവർ ദീനും കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലുള്ളത് എന്താ നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിനുള്ളിൽ കുറച്ചും കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും, കുറച്ചും കൂടി നല്ലതായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ആരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ നിൽക്കുന്നുണ്ടില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിലെ സമാധാനം, സന്തോഷം അല്ലെ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളുടെ ഉമ്മമാരുടെ കൈകളിലാണെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ ആ ഉമ്മയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും റബ്ബുമായിട്ട് ഏറ്റവും നന്നായി തന്നെ നമ്മളെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ട് അല്ലെ റബ്ബിന്റെ അടുത്ത് അല്ലെ ശുക്ർ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ആ ശുക്ർ എന്നും നമ്മൾ ഉണ്ടാവട്ടെ, എന്നും. ഇതിങ്ങനെ ആക്കിയപ്പോ ഇങ്ങനെ ഒരു മാറ്റം വന്നല്ലോ, അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അടുത്തത് അല്ലെ അല്ലെ ശകർത്തും ലസീദന്നക്കും അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് അങ്ങനെ തന്നെയല്ലേ തരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. അതിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എന്തൊരു നല്ലൊരു ദുആ ആണ് അല്ലെ. നമ്മൾ നമസ്കാര ശേഷം നിങ്ങൾ പറയണോന്ന് പറഞ്ഞിട്ട് അല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ച ഒരു ദുആ ആണത്. എത്രമാത്രം നമുക്കത് ആവശ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടെങ്കിൽ എല്ലാം ഉള്ളതുപോലെ ആയില്ലേ. മറക്കരുത് ഒരിക്കലും. അല്ലാതെയും പറയാം 5 നേരത്തെ നമസ്കാര അല്ലെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അത് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന അല്ലെ ദുആയിട്ട് അല്ലെ സുബ്ഹാനല്ലാഹ് നമ്മൾ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ദുആ അത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഗഫിർ ലി വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء أحزاننا وذهاب همومنا آمين 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 يا رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله.